ഹായ് ഓൾ, വെൽക്കം ടു എജൂബ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ജോലി ആവശ്യമുണ്ട്, എന്നാൽ എങ്ങനെ പഠിക്കണമെന്ന് അറിയുന്നില്ല. അങ്ങനെ നിൽക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഡെയിലി ക്ലാസ്സുകളിൽ വന്ന് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാലും പലതായിട്ട് ക്ലാസ്സുകൾ പല ആവശ്യങ്ങളായിട്ട് മിസ്സാക്കി വേറെ കാര്യങ്ങൾക്കായിട്ട് പോവേണ്ടി വരുന്നവരുണ്ട്. അപ്പോൾ അതുപോലെയുള്ളവർക്ക് എങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സിലൂടെ നന്നായിട്ടൊരു ജോലിയിലേക്ക് എത്താം എന്നുള്ള കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആരും തന്നെ ഇങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല, അവരുടെ ഓൺലൈൻ കോഴ്സ് ഒരിക്കലും ഓപ്പൺ ആയിട്ടൊരു പ്ലാറ്റ്ഫോമിൽ കാണിക്കാറില്ല. എന്തായാലും ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് എൻക്വയറീസ് വരുമ്പോഴും നമ്മുടെ ഓൺലൈൻ കോഴ്സ് എങ്ങനെയാണ് എടുത്തു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവുമോ എന്നൊക്കെ ഡൗട്ട് ചോദിക്കുന്നവർക്ക് കൂടെ വേണ്ടിയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സ് എങ്ങനെയാണ് കോഴ്സിലേക്ക് എൻ്റർ ആവുക, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ നമ്മുടെ സൈറ്റിലോട്ട് എങ്ങനെയാണ് എൻ്റർ ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിളാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഗൂഗിളിനകത്ത് നമുക്ക് edubilearning.com എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ റീസെന്റ് സെർച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് നേരെ വരുന്നുണ്ട്. സൈറ്റ് കാണാം, edubilearning.com ലോഗിൻ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിനകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇന്റർഫേസ് ആയിട്ട് വരുന്നത് എജൂബി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൊടുക്കുക, ലോഗിൻ ആൻഡ് രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ റൈറ്റില് ടോപ്പിലായിട്ട് ലോഗിൻ ആൻഡ് രജിസ്റ്റർ ഉണ്ട്. ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാം, ഒന്ന് ലോഗിൻ എന്നും ഒന്ന് സൈൻ അപ്പ് എന്നും. ഇപ്പൊ നമ്മുടെ ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോഗിൻ ചെയ്യാനായിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും തരും. ഇത് നോർമൽ അഡ്മിഷൻ എടുക്കാത്തവർക്ക് വരുന്നൊരു ഇതാണ്. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ യൂസർ നെയിമും പാസ്വേഡ് നിങ്ങൾക്ക് അയച്ചു തരും. ആ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കോഴ്സിനകത്തോട്ട് എൻ്റർ ആവും. നിങ്ങൾ ഏത് കോഴ്സാണോ എടുത്തിട്ടുള്ളത് ആ കോഴ്സിനകത്തോട്ട് എൻ്റർ ആവാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോഴ്സ് എടുത്ത് കാണിക്കുവാണ്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ നമുക്ക് എല്ലാ കോഴ്സും, ഇത് ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ കോഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിനകത്ത് SSC ഉണ്ട്, റെയിൽവേ ഉണ്ട്, SBI PO ഉണ്ട്, അതുപോലെ തന്നെ SSC ജനറൽ ബാച്ച്. ഇത് നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ ബാച്ച് ആയിരുന്നു. SSC CGL ഫോക്കസ് ചെയ്തുകൊണ്ട് പുതുതായിട്ട് തുടങ്ങിയ ബാച്ചാണ്. അതുപോലെ തന്നെ റെയിൽവേ ഗ്രൂപ്പ് D NTPCക്ക് വേണ്ടി തുടങ്ങിയ ബാച്ചാണ് ഈ റെയിൽവേ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും ബാച്ചസ് ആണ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനകത്തും ഇപ്പോൾ ഇതുവരെ വേണമെങ്കിലും വെച്ച് പറഞ്ഞു നിർത്താം. ഇനി ഇതിനകത്ത് എന്താണ് എന്നുള്ളതാണ് കുറെ ആൾക്കാർ വീണ്ടും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന സാധനം എന്ന് പറയുന്നത്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ കണ്ടന്റും ഉണ്ടോ, അല്ലെങ്കിൽ എല്ലാം കാണാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഞാൻ വിചാരിക്കുന്നു ഒരു കോഴ്സും കൂടെ നിങ്ങൾക്ക് എടുത്ത് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്നുള്ളതെന്നുള്ളത്. അപ്പൊ ഞാനിവിടെ അതിനകത്ത് മാനേജ് കോഴ്സ് എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഡേ വൈസ് ലിസ്റ്റഡ് ആയിട്ട് വീഡിയോ വന്നു. ഓക്കെ, നമുക്ക് കോഴ്സസ് പലതരത്തിലുണ്ട്. ഇതെന്ന് പറയുന്നത് ഡേ വൈസ് കൊടുത്തേക്കുന്നതാണ്. ഇനി ചില ആൾക്കാർക്കാണെങ്കിൽ ഡേ വൈസ് വേണ്ട, എനിക്ക് ടോപ്പിക് വൈസ് കണ്ടന്റ് മാത്രം മതി എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഡേ വൈസ് കണ്ടന്റ് ഇതിനകത്ത് വേണമെങ്കിലും നമുക്കൊരു വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അത് കാണുന്നതിന്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാക്കൽറ്റീസ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടാനും പറ്റും. ഏതൊക്കെ ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ ഓൺലൈൻ കോഴ്സിനകത്ത് ക്ലാസ് എടുത്തിട്ടുള്ളതെന്നും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. ഓക്കെ അല്ലേ? എങ്ങനെ ആരൊക്കെയാണ് ഇതിനകത്ത് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിലും SSC പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ അറിയാൻ പറ്റും എന്താണ് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് ആദ്യം തന്നെ കേൾക്കുന്നതാണ്. നമ്മുടെ ഫണ്ടമെന്റൽസ് ക്ലാസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽസിന്റെ ക്ലാസ്. സാറിനെ പല ആൾക്കാർക്കും പരിചയം കാണും. റിജിൻ സാറാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഹാൻഡിൽ ചെയ്യുന്ന റിജിൻ സാറാണ്. റിജിൻ സാറും അതുപോലെ തന്നെ ആശാ മിസ്സും ഉണ്ട്. റിജിൻ സാറാണ് ഫസ്റ്റ് മെയിൻ ആയിട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് റിജിൻ സാറിനെ വെച്ചിട്ടാണ് ഏതാണ് ഫണ്ടമെന്റൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ചൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണ് അതിനകത്ത് കണ്ടന്റ് ആയിട്ട് പോകുന്നുള്ളത്. ഓക്കെ അല്ലേ? പഠിച്ചവർക്കാണെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. റിയൽ നമ്പേഴ്സ് എന്താണ്, റാഷണൽ നമ്പേഴ്സ് എന്താണ്, നമ്പർ സിസ്റ്റം ഇത് നമ്പർ സിസ്റ്റത്തിനകത്തും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഇപ്പൊ എന്താണ് വളരെ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതാണ് എന്തിന്റെ ക്ലാസ് എന്ന് പറയുന്നത്, ഫണ്ടമെന്റൽസിന്റെ ക്ലാസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റിജിൻ സാറാണ് നമ്മുടെ ഫാക്കൽറ്റി. ഇനി ഇപ്പൊ ടോപ്പിക്ക് മാത്സ് മാത്രമല്ലല്ലോ ഉള്ളത്, വേറെ ടോപ്പിക്സ് ഉണ്ടല്ലോ. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അടുത്ത
അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഫാക്കൽറ്റീസിനെ പരിചയപ്പെടാം. അടുത്ത ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് തന്നെ ഫാക്കൽറ്റിയാണ്. ആശാ മിസ്സാണ് നമ്മുടെ ഫാക്കൽറ്റി. എടുത്തേക്കുന്ന ക്ലാസ് പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. പെർസെൻറ്റേജ് മാത്രമല്ല വേറെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ഒന്ന് പ്ലേ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലാസ് ഒന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കാം. എൻ്റെ പേര് ആശ, ഞാനാണ് നിങ്ങളുടെ ക്യൂയുടെ ഫാക്കൽറ്റി. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് വിട്ടുതരാം. പെർസെൻറ്റേജിൻ്റെ ക്ലാസ് ഇങ്ങനെയാണ്. പെർസെൻറ്റേജിൻ്റെ ക്ലാസ് മൂവ് ഓൺ ആവുന്നത്. നമുക്ക് അടുത്ത ഫാക്കൽറ്റിയിലോട്ട് പോവാം. ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു പോകുന്നു. ആരൊക്കെയാണ് നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് എന്നുള്ള പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. അടുത്തത് ഇപ്പോൾ മാത്സിൻ്റെ രണ്ടാൾക്കാരായി. മാത്സ് മാത്രമല്ലല്ലോ നമുക്ക് ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത്, മാത്സ് മാത്രമല്ലല്ലോ. നമുക്ക് അടുത്ത ഏതാ ഉള്ള റീസണിങ് ഫാക്കൽറ്റി നമുക്ക് ആരാണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. ഇവിടെ റീസണിങ് ഫാക്കൽറ്റി ആരാണെന്നുള്ളത് നമുക്ക് നമ്മുടെ റീസണിങ് ക്ലാസ്സസ് ഒന്ന് പരിചയപ്പെടാം. ആരാണ് എടുക്കുന്നത് എന്നുള്ളത് പരിചയപ്പെടാം. ഇപ്പോൾ അനലോഗിയുടെ റീസണിങ്ങിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അനലോഗി. അനലോഗിയുടെ ക്ലാസ്സാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ആരാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ശരത് സാറാണ് ഇവിടെ റീസണിങ് ഹാൻഡിൽ ചെയ്യുന്നത്. റീസണിങ്ങിലെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ള ആരാണ്? ശരത് സാറാണ്. ഇപ്പോൾ ക്ലാസ് എടുത്തേക്കുന്ന അനലോഗിയുടെ ക്ലാസ്സാണ്. ക്ലാസ് ഒന്ന് ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ റീസണിങ് ക്ലാസ് എന്ന് പറഞ്ഞത്. ശരത് സാറാണ് റീസണിങ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് ജി എയിലേക്ക് പോവാം. ഇവിടെ ജി കെ ക്ലാസ്സിലോട്ട് പോവാം. അടുത്തത് ജി കെ ഏതാണ്, നമുക്ക് ജി എ ക്ലാസ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹിസ്റ്ററിയാണ്. ജസ്റ്റ് ഡെമോ കാണിക്കാനായിട്ട് ഹിസ്റ്ററിയാണ് എടുത്തിട്ടുള്ളത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, ഇൻഡസ് വാലി. നമ്മുടെ ഫാക്കൽറ്റി ശ്രീരാഗ് സാറാണ് ഫാക്കൽറ്റി വരുന്നത്. ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കാണിച്ചു തരാം. അല്ലേ? ഇപ്പോൾ ഇതാണ് നമ്മുടെ ജി എ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏരിയ ഒക്കെ ഒന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഡൗട്ടുള്ള ആൾക്കാർക്ക് എന്താണ് നമ്മുടെ ഈ ഒരു സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള ഡൗട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതായത് ഇപ്പോൾ ഇതിനകത്ത് ഹിസ്റ്ററിക്കകത്തുള്ള എല്ലാ ഭാഗവും ഇതിനകത്ത് കവർ ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ഡേ ബൈ ഡേ ആയിട്ട് ഇപ്പം അത് സീജലിന് വേണ്ടി തുടങ്ങിയ ബാച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏകദേശം ഒരു 100-150 ഡേക്ക് തുടങ്ങിയ ബാച്ച്. അത് തുടങ്ങിയിട്ട് തന്നെ 2 മാസമായി. അപ്പോൾ ഡേ ബൈ ഡേ ആയിട്ട് അതിനകത്ത് കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, കറക്റ്റ് ഒരു പ്രോപ്പർ ഇന്ന ടോപ്പിക്ക് ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചു പോകണം എന്നുള്ള രീതിയിലാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണ്, നിങ്ങൾ ഗ്രൂപ്പ് ഡി ആണ് നോക്കുന്നുണ്ടെങ്കിൽ റെയിൽവേയുടെ ബാച്ച് ഉണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാം. നേരത്തെ ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ റെയിൽവേയുടെ എക്സാംസ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് റെയിൽവേയുടെ ബാച്ച് അവൈലബിൾ ആണ്. ഇതാ റെയിൽവേയുടെ ബാച്ച്. ഇതിനകത്ത് കയറി കഴിഞ്ഞാലും ഇതാ ഇങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ട് കിടപ്പുണ്ട്. അതിനകത്ത് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ, ഫണ്ടമെന്റൽസ്, വേദിക് മാത്സ്, പെർസെൻറ്റേജ്, നമ്പർ സിസ്റ്റം, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എല്ലാ ടോപ്പിക്സും ജോമെട്രി, ഓൾജിബ്ര വരെ അഡ്വാൻസിൻ്റെ വരെ എല്ലാം കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്തുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. റെയിൽവേ എടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയായിരിക്കും കോഴ്സ് പോകുന്നത്. നമ്മൾ സി ജി എല്ലിനാണെങ്കിൽ ഡേ വൈസ് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പുതിയ ബാച്ച് വീണ്ടും സി ജി എല്ലിന് വേണ്ടി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം ഡേറ്റ് വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നുള്ളതിലുപരി നേരത്തെ തന്നെ തുടങ്ങാനായിട്ട് നമ്മൾ പുതിയ ബാച്ചസ് നെക്സ്റ്റ് വീക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനൽ കാണാം. അത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കിട്ടും. ഇനി ഒരിക്കലും ഇത് പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജോലി കയറാനായിട്ട് പറ്റത്തില്ല. ജസ്റ്റ് ക്ലാസ് കണ്ടുകൊണ്ട് മാത്രം പറ്റത്തില്ല. അവിടെ നിങ്ങളുടെ എഫേർട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ച് കണ്ടീഷൻസ് കൂടെ ഉണ്ട്. എന്താണ്, കുറച്ചുകൂടെ നിങ്ങളെ ഒന്ന് പഠനത്തിൽ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓൺലൈൻ ക്ലാസ്സസിനോടൊപ്പം തന്നെ പ്രാക്ടീസ് സെക്ഷന് വേണ്ടിയിട്ട് എങ്ങനെ ഒരാൾക്ക് ആ ഒരു പഠിച്ച കാര്യം വെറുതെ പഠിച്ചിട്ട് പോവാതെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ടോപ്പിക് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മീറ്റിൽ ജി-മീറ്റിൽ ഒരു വീക്കിൽ 3 days നിങ്ങൾക്ക് എന്തും വരുന്നുണ്ട്, പ്രാക്ടീസ് സെക്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നേരെ ഈ മീറ്റിൽ കയറി കഴിയും നിങ്ങൾക്ക് ഒരു ഡേ ക്ലാസ് കാണാനായിട്ട് തരും.
അടുത്ത ഡേ നിങ്ങൾക്ക് ഈവനിങ് ഒരു 8 to 9 ആ ഒരു ടൈമിലായിരിക്കും ജി മീറ്റ് വരുന്നത്. ആ ടൈമിലേക്ക് ജി മീറ്റ് കയറി കഴിഞ്ഞാൽ ക്ലാസ് കണ്ടതിനകത്തുള്ള ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യും നമ്മുടെ ഓൺലൈൻ ബാച്ച് പോകുന്നത്. ഇനി അതല്ല, അത് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്കാണ് പ്രാക്ടീസ് സെക്ഷൻ ഉൾപ്പെടെ പറഞ്ഞത്. ഇനി കുറച്ചൊന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, അവന് ക്ലാസ്സിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് വരാനുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, ക്ലാസ് മാത്രമായിട്ട് അടങ്ങിയിട്ടുള്ള ബാച്ചസ് നമ്മുടെ അവൈലബിൾ ആണ്. അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്നുമില്ല, നമ്മുടെ പ്രാക്ടീസ് സെക്ഷനും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ക്ലാസ് കാണാം, അതിനകത്ത് ക്ലാരിഫിക്കേഷൻ വരുത്താന്നുള്ളത്. അടുത്ത വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് നമ്മൾ കൊണ്ടുവന്നൊരു കണ്ടീഷൻസ് ആണ് വീക്കെൻഡ് പ്ലസ് ഓൺലൈൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ പല ആൾക്കാർക്കും പഠിക്കുന്ന എന്ന് വെച്ചാൽ സ്കൂൾസ് കോളേജ് ഒക്കെ പഠിക്കുന്ന പല ആൾക്കാർക്കുണ്ട്. അവർക്ക് വരുന്നൊരു ഡൗട്ടാണ്, ഞാൻ ഈ ബാച്ച് എടുത്തതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രശ്നം. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീക്കെൻഡ് പ്ലസ് ഓൺലൈൻ കൊണ്ടുവന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡെയിലി നിങ്ങൾക്ക് വീക്കെൻഡ്സിന് ഗ്രൂപ്പ് കാണും. ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ എന്താണ് നിങ്ങൾ ഒരു വീക്കിൽ പഠിക്കേണ്ടതെന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വീക്കെൻഡിൽ അത്രയും വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ വീക്കെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കണ്ട വീഡിയോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് സെക്ഷൻ ലൈവായിട്ട് നമുക്ക് ഇവിടെ ശനി ഞായറിൽ വീക്കെൻഡ്സിൽ ലൈവായിട്ട് എന്ത് കൊണ്ടു പ്രാക്ടീസ് സെക്ഷൻ കൊണ്ടു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓൺലൈനിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ആരും തന്നെ ഇതുവരെ ഇങ്ങനെ ഒരു സൈറ്റ് എടുത്ത് അവരുടെ തന്നെ ഓൺലൈൻ കോഴ്സ് എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ അറിഞ്ഞു ചെയ്യുക. എപ്പോഴും നിങ്ങൾ ഇതിലേക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഗൈഡൻസ് വച്ച് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഗൈഡൻസ് വയ്ക്കാതെ പോയി കഴിഞ്ഞാൽ എപ്പോഴും അത് ലോങ് ടേം റണ്ണിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു ജോലി വേണം, അതിനുള്ള അതിയായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് വെച്ച് തന്നെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.